അയ്യോ ഇങ്ങനെ ആക്കണം എന്നാ രസം. അയ്യോ ഇങ്ങനെ ആക്കണം. ബാക്കിയുള്ള നടന്മാർ ഓടി നടന്നടിക്കുമ്പോൾ ഇയാൾ അവിടെ നിന്നിടിക്കും. വില്ലന്മാർ ഇങ്ങോട്ട് വന്ന് അടികൊള്ളണം. സ്റ്റണ്ട് സീനുകളുടെ പേരിൽ മമ്മൂട്ടി എന്ന നടൻ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ള വിമർശനങ്ങൾ ചെറുതല്ല. മമ്മൂട്ടിയുടെ അഭിനയ മികവിനെയോ കഥാപാത്രങ്ങളിലേക്കുള്ള പരകായ പ്രവേശത്തെയോ ചോദ്യം ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വിമർശകർ എപ്പോഴും എടുത്തുപയോഗിക്കുന്ന പ്രധാന ആയുധമാണ് ആക്ഷൻ രംഗങ്ങൾ. എന്നാൽ ഇന്നലെ ടർബോ കണ്ടിറങ്ങിയ ഒരാൾക്കും മമ്മൂട്ടിയുടെ ഫൈറ്റിനെ കുറിച്ച് ഒരക്ഷരം മിണ്ടാൻ സാധിച്ചില്ല എന്നതാണ് സത്യം. പടം തുടങ്ങിയ ഏതാനും മിനിറ്റുകൾ കഴിയുമ്പോൾ തന്നെ ആദ്യത്തെ ഇടി വരും. മമ്മൂട്ടിയുടെ മെഗാ ഷോയ്ക്ക് തുടക്കം കുറിക്കുന്ന പള്ളിപ്പെരുന്നാൾ ഫൈറ്റ്. പിന്നീട് അങ്ങോട്ട് അടിയോടടിയാണ്. മോൾ ഫൈറ്റ്, പോലീസ് സ്റ്റേഷൻ ഫൈറ്റ്, ബസ് ഫൈറ്റ് ഒക്കെ കടന്ന് ക്ലൈമാക്സ് ഫൈറ്റിലേക്ക് എത്തുമ്പോൾ വിമർശകർക്ക് മിണ്ടാൻ ഒരവസരം പോലും ഇല്ലാതാകും. 73 വയസ്സിൽ ചാടിമറിഞ്ഞ് മമ്മൂട്ടി ഫൈറ്റ് സീക്വൻസുകളെ വിസ്മയിപ്പിക്കുമ്പോൾ ഏതൊരു പ്രേക്ഷകനും പറഞ്ഞു പോകും ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ എന്ന്. മമ്മൂട്ടി എന്ന മഹാനടനെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക.